ഈ രാത്രിയിൽ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നല്ല പ്രാർത്ഥനയോടെ വിശിഷ്യ നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബജീവിതത്തെയും ദൈവകരങ്ങളിൽ ശക്തമായി സമർപ്പിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൻ്റെ പല ചിന്തകളും ഒരർത്ഥത്തിൽ അല്പം പച്ചയായ ഭാഷയിൽ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണമെങ്കിൽ ഈ രാത്രിയിൽ ദൈവം അതെന്നോട് സംസാരിക്കുന്നതാണ് എന്ന ചിന്തയോടെ കാതോർക്കുക. ചുരുക്കി പറഞ്ഞ് ഈ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്ന ഒരു ചിന്തകളും മറ്റാർക്കും വേണ്ടിയല്ല. നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ, നിന്റെ മക്കൾക്ക് വേണ്ടിയോ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയോ, ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയോ അല്ല. അത് നീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയട്ടെ ഹല്ലേലൂയ. അല്പം കൂടെ ആനന്ദത്തോടെ പറയട്ടെ ഹല്ലേലൂയ. നമ്മൾ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 2-3 വാക്യങ്ങളാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് 54 അധ്യായം 2 വചനത്തിൽ നിന്നോട് 4 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. 3 വചനത്തിൽ ഈ 4 കാര്യങ്ങളോട് നീ പ്രത്യുത്തരിച്ചാൽ അതിന് ദൈവം നൽകുന്ന 3 അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ്. വചനം ഇങ്ങനെയാണ്: നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിൻ്റെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികളെ ഉറപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ 1, നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. 2, നിന്റെ മക്കൾ രാജ്യം കൈവശമാക്കും. 3, വിജന നഗരങ്ങൾ ജനനിബിഡമാവും. അടുത്തിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പിടിക്കാവോ? ഞാൻ പറഞ്ഞു തരുന്ന ഈ വചനം നിങ്ങളൊന്ന് ചേർന്ന് പറയണം. സുഹൃത്തെ, സന്തോഷത്തോടെ പറഞ്ഞു, അമ്മായിമ്മയുടെ കയ്യിലൊന്നുമല്ല പിടിച്ചിരിക്കണേ, സന്തോഷത്തോടെ പറയാം. സുഹൃത്തെ, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. മുഖത്ത് നോക്കി പറയാവോ? നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിൻ്റെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികളെ ഉറപ്പിക്കുക. അപ്പോൾ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് നീ വ്യാപിക്കും. നിന്റെ മക്കൾ രാജ്യം കൈവശമാക്കും. വിജന നഗരങ്ങൾ ജനനിബിഡമാവും. കൈയൊന്ന് കുലുക്കിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ആനന്ദത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കൈവിടാം. സ്നേഹമുള്ളവർ, ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വായിച്ചറിഞ്ഞൊരു കഥയാണ്. ഒരിക്കൽ ഒരു വലിയ ധനവാന്റെ വീട്ടിൽ പരമദരിദ്രനായ ഒരു കുട്ടി കടന്നു ചെന്നു. ഈ കുട്ടി ആ വീടിന്റെ മുറ്റത്തോട് ചെല്ലുമ്പോൾ ഇദ്ദേഹം വളരെ വിലപിടിപ്പുള്ള ഒരു ഫോറിൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിളെ, ഈ കാറ് എവിടുന്നാണ്? ഇദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, അതെനിക്ക് ഒരു സുഹൃത്ത് തന്നതാണ്. ഇദ്ദേഹത്തിന് മറുപടി കേട്ടപ്പോ ഈ കുഞ്ഞ് ഇങ്ങനെ ആത്മഗതം ചെയ്തു, എനിക്കും ഇങ്ങനെ ഒരു, എനിക്കും ഇങ്ങനെ ഒരു, എനിക്കും ഇങ്ങനെ ഒരു ഡാഷ്. പതിയെ പൂരിപ്പിക്കാം. ഈ കുട്ടിയുടെ മറുപടി കേട്ടപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയുമോ? ആ കുഞ്ഞിനെ ആ കാറിൽ എടുത്തു വെച്ചു. ഒരു ദിവസം കൊണ്ട് ആ പട്ടണം മുഴുവൻ ഈ കുട്ടിയായിട്ട് അദ്ദേഹം പോയി. പോയ വഴിക്ക് ധാരാളം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു.
ധാരാളം നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, ഒരു സിനിമ കണ്ടു, ഒരു സർക്കസ് കണ്ടു, ധാരാളം ബേക്കറി പലഹാരവും കൊച്ചിൻ്റെ കയ്യിൽ വാങ്ങിച്ചു കൊടുത്ത് അമ്മയുടെ ചെറ്റക്കുടലിനടുത്ത് ഈ കുഞ്ഞിനെ ഇറക്കി വിടുമ്പോൾ കുറേ പൈസയും കൊടുത്ത് 2 കവിളിലും ഉമ്മ കൊടുത്ത് ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ യാത്രയാക്കി. നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാമോ ഈ കുഞ്ഞ് പറഞ്ഞ മറുപടി എന്താവും? എനിക്കും ഇങ്ങനെയൊരു, ഉറക്കെ പറയാവോ, എനിക്കും ഇങ്ങനെയൊരു, നിങ്ങളുടെ എല്ലാ മനസ്സിൽ കടന്നു വന്ന ഉത്തരവ് ഇതാണ്: എനിക്കും ഇങ്ങനെയൊരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിൽ. ഒരിക്കലും അല്ല. ഈ കുഞ്ഞ് പറഞ്ഞ മറുപടി: എനിക്കും ഇങ്ങനെ ഒരു സുഹൃത്താകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സ്നേഹമുള്ളവരെ, ഈ രാത്രി ആരാധനയിൽ നീ പങ്കെടുക്കുന്നത് നിനക്കെന്തു കിട്ടി എന്ന് ചിന്തിക്കാനല്ല, നിനക്കെന്തു കിട്ടും എന്ന് ചിന്തിക്കാനല്ല, മറിച്ച് നിനക്ക് എന്തു കൊടുക്കാനാകുന്നു എന്ന് ചിന്തിക്കാനാണ്. കുടുംബജീവിതത്തിൽ ഒരു പക്ഷേ നീ പലപ്പോഴും പരാജയപ്പെടാനും വേദനിക്കാനും കാരണം ഒരു ദാമ്പത്തിക ജീവിതത്തിൽ നിന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് എന്തു കിട്ടി എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഈ രാത്രിയിൽ നീ ചിന്തിക്കണം, 10, 15, 20 വർഷം ദാമ്പത്തിക ജീവിതം നയിച്ചിട്ട് നിന്റെ ജീവിത പങ്കാളിക്ക് നിനക്ക് എന്തു കൊടുക്കാനായി? മാതാപിതാക്കളെ, മക്കളിൽ നിന്ന് എന്തു കിട്ടി എന്ന ചിന്ത നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ രാത്രി നീ ചിന്തിക്കുക, നിന്റെ മക്കൾക്ക് എന്തു കൊടുക്കാൻ നിനക്കായി. മക്കളെ, മാതാപിതാക്കളിൽ നിന്ന് എന്തു കിട്ടി എന്ന ചിന്ത നമ്മെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കണം, മക്കളാകുന്ന നമുക്ക് മാതാപിതാക്കൾക്കായി എന്ത് കൊടുക്കാൻ സാധിച്ചു. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരവൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടി അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കൈതാത്തിടാം. സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്താവിഷയമാക്കുന്നത് കുടുംബമാണ്. നമുക്കറിയാം, ഇന്ന് കുടുംബത്തിൽ നന്മയാണ് ധാരാളം, എങ്കിൽ ഒട്ടും തിന്മയില്ല എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? ധാരാളം ഉത്തരം നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്നുണ്ട്. സാമ്പത്തികമായി, സാമൂഹ്യമായി, മാധ്യമപരമായി ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് കുടുംബങ്ങളെ വലയം ചെയ്യുന്നു എന്നതൊരു സത്യമാണ്. അതിൽ എൻ്റെ കുടുംബവും ഒരർത്ഥത്തിൽ ഒട്ടും പിന്നിലല്ലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ ഒന്ന് കൂട്ടിവെച്ചാൽ അതിൻ്റെ ആഴം മനസ്സിലാവണമെങ്കിൽ ഒരു പഴയ കുടുംബശൈലിയും ഇന്നത്തെ കുടുംബശൈലിയും ഒന്ന് കൂട്ടി വായിക്കണം. പഴയ കുടുംബം എന്താണ്? ഒരു ചെറിയ വീട്ടിൽ വലിയ കുടുംബം ജീവിച്ചു. ഇന്ന് വലിയ വീട്ടിൽ ചെറിയ കുടുംബം. പണ്ടൊരു കൊച്ചു വീട്ടിൽ വലിയ കുടുംബം ജീവിച്ചു. ഇന്ന് ഒരു വലിയ വീട്ടിൽ കൊച്ചു കുടുംബം. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഫ്ലാറ്റുകളുടെ വലിപ്പം കൂടി, മക്കളുടെ എണ്ണം കുടുംബത്തിൽ കുറഞ്ഞു എന്നൊക്കെ ആവാം. ഞാൻ പങ്കുവയ്ക്കുന്ന ചിന്ത അതല്ല. പണ്ട് ഒരു കൊച്ചു വീട്ടിൽ ധാരാളം മക്കളുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അന്ന് ധാരാളം മക്കളെ സ്വീകരിക്കാൻ മനസ്സുള്ള മാതാപിതാക്കൾ കുടുംബത്തിലുണ്ടായിരുന്നു. പണ്ട് വലിയ കുടുംബം കൊച്ചു വീട്ടിൽ ജീവിച്ചു എന്നാൽ അതിനൊരർത്ഥമേ ഉള്ള, സ്നേഹമുള്ളവരെ, വലിയ മനസ്സുള്ളവരുടെ സമൂഹമായിരുന്നു കുടുംബം. സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അല്പം കൂടി ശക്തിയോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അന്നത്തെ മനസ്സിന്റെ വലിപ്പം എന്താണ്? അന്നൊരു കുടുംബത്തിന്റെ വളർച്ച എന്താണ്? പണ്ട് ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ വളർച്ച എന്നാൽ
ഒരു ഭർത്താവ് വളർന്നു, അത് ഭാര്യയിലേക്കാണ്. ഒരു ഭാര്യ വളർന്നു, അത് ഭർത്താവിലേക്കാണ്. ഭർത്താവ് ഭാര്യയിലേക്കും ഭാര്യ ഭർത്താവിലേക്കും വളർന്നതിൻ്റെ ഫലമാണ് അന്ന് മാതാപിതാക്കൾക്ക് മക്കളിലേക്ക് വളരാൻ പറ്റി. അതിന് മാതാപിതാക്കൾ അനുഭവിച്ച ഏറ്റവും വലിയ സംതൃപ്തിയാണ് മക്കൾ മാതാപിതാക്കളിലേക്ക് വളർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന ദുരന്തം എന്താണ്? ഇന്ന് ഒരു ഭർത്താവ് വളരുന്നത് ഭർത്താവിലേക്കാണ്, ഒരു ഭാര്യ ഭാര്യയിലേക്കാണ്. കുടുംബത്തെക്കുറിച്ച് മോശകരമായ ചിത്രം അവതരിപ്പിക്കാനല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്തുനിന്ന് വായിച്ചു, ഒരു മനുഷ്യൻ 23 ഡൈവോഴ്സ് നടത്തി. അദ്ദേഹം 24ാമത് ഒന്നോടെ വിവാഹം കഴിച്ചു. അത് ആദ്യത്തെ ഭാര്യയായിരുന്നു. ഞാൻ എൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പിള്ളേരുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചപ്പം പിള്ളേർ പറഞ്ഞു, സാറേ അത് ഞാനത് മനസ്സിലായി കാണുകയില്ല. 24 എണ്ണത്തിന് ഇടയ്ക്ക് ആദ്യത്തെ ഒരെണ്ണം കയറി ഒന്ന് പിടികിട്ട് കാണുമല്ലോ. പിള്ളേരോട് അങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല മക്കളെ. 23 എണ്ണത്തിനെ കൈകാര്യം ചെയ്തപ്പോൾ ചേട്ടൻ തോന്നിയിട്ടുണ്ടാവും ആദ്യത്തേതാണ് മെച്ചം. കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത നാട്ടിലൊരു സംഭവം ഉണ്ടായി. വൈകുന്നേരം കുളിക്കാൻ ബാത്റൂമിൽ കയറിയ ഭാര്യ കുളി വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോന്നു. കാരണം ബാത്റൂമിൽ ഭാര്യയുടെ ടർക്കി നനഞ്ഞു കിടക്കുന്നു. ഭാര്യ ചോദിച്ചു, ഇന്നെന്താടോ എൻ്റെ ടർക്കി നനയാൻ കാര്യം? ഞങ്ങളുടെ നാട്ടിലെ അച്ചായൻ പറഞ്ഞു, കുളിക്കാൻ കയറിയപ്പം ഞാൻ തോർത്തെടുക്കാൻ മറന്നുപോയി. ഷവർ ഓൺ ചെയ്ത് മേത്തോട്ട് വെള്ളം വീണു. അപ്പോഴാ തോർത്തിൻ്റെ കാര്യം ഓർത്തേ. പിന്നെ നിന്റെ ടർക്കി ഭയങ്കര കിടക്കുന്ന കണ്ടു, ധൈര്യമായിട്ട് എടുത്തങ്ങ് തോർത്തി. ഇവൾ ഡ്രസ് ചേഞ്ച് ചെയ്തു, കാറ് സ്റ്റാർട്ടാക്കി, സ്ഥലം വിട്ടു, ഡൈവോഴ്സായി. കുടുംബങ്ങളെല്ലാം ഡൈവോഴ്സ് പെരുകുന്നു എന്നുള്ള നെഗറ്റീവ് ചിത്രം തരാൻ വേണ്ടിയല്ല. ഈ രാത്രി ആരാധനയിൽ വചന ശുശ്രൂഷയിലിരിക്കുമ്പോൾ നീയാകുന്ന ഭർത്താവ്, നീയാകുന്ന ഭാര്യ ചിന്തിക്കണം, നിന്റെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്തിക ജീവിതത്തിൽ, നിന്റെ ജീവിത പങ്കാളിയിലേക്ക് കാലഘട്ടത്തിൽ എത്രമാത്രം വളരാൻ നിനക്ക് സാധിച്ചു. പ്രിയ ഭാര്യയെ, പ്രിയ ഭർത്താവെ, ജീവിത പങ്കാളിയിലേക്ക് വളരാൻ നിനക്കാകാതെ പോയതാണ് നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് കാലഘട്ടത്തിൽ വളരാൻ നിനക്ക് സാധിക്കാതെ പോയതിന്റെ കാരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൽ നിന്റെ കൂടാരം വിസ്തൃതമാക്കണമെന്ന്, അതിന്റെ തിരശ്ശീല വിരിക്കണമെന്ന്, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടണമെന്ന്, അവയെ കുറ്റികളിൽ ഉറപ്പിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു വെക്കുമ്പോൾ ഇത് എന്റെയും നിങ്ങളുടെയും മനോഭാവത്തിന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുക. ഇത് എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുക, വീക്ഷണത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുക. ഈ കാലഘട്ടം നമ്മുടെ കുടുംബങ്ങളെ വരുത്തുന്ന ഒരു ദുരന്തമാണ് സ്നേഹമുള്ളവരെ. അവനിലേക്ക് വളരാനുള്ള ഒരു ദാഹം, അവനിലേക്ക് ഉയരാനുള്ള ഒരു ദാഹം. ഒരിക്കല് ഒരു ഇടവകയിൽ സംഭവിച്ചൊരു കാര്യം പറയാം. ഇടവകയിലെ 3 KSYM പ്രവർത്തകര് വൈകുന്നേരം വീട്ടിലോട്ട് പോകുമ്പോൾ ഇടവക്കാരനായ ഒരു മാത്തുക്കുട്ടി അടിച്ച് ഫിറ്റായിട്ട് ഓടെ കിടക്കുക. ഇവരിൽ ഒരുത്തം പറഞ്ഞിടാ, മലവെള്ളം വന്നാൽ മാത്തുക്കുട്ടി തോടെ പോവും. മറ്റവൻ പറഞ്ഞു, വേണ്ടടാ നമുക്ക് മാത്തുക്കുട്ടിയെ വീട്ടിൽ കൊണ്ടേയാക്കാം. മൂന്നാമത് ഒരുത്തം പറഞ്ഞു, വേണ്ടടാ മോളി ഒരു രാത്രിയിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. കാരണം വീട്ടിൽ കൊണ്ടേയാക്കിയാൽ മോളിയെ പിടിച്ചിട്ടിടിക്കും. മോളിക്ക് ഇടി കിട്ടാത്ത ദിവസവും ഇല്ല. ഇവന്മാര് പറഞ്ഞു, വേണ്ട നമുക്ക് അതുകൊണ്ട് വീടിന്റെ മുറ്റത്ത് കൊണ്ട് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവന്മാരെ അടിച്ച് ഫ്ലാറ്റ് ആയവനെ തോളെ വലിച്ചു കയറ്റി മലയുടെ മണ്ടേ കയറി വീടിന്റെ മുറ്റത്ത് കൊണ്ട് ഇട്ടിട്ട് മോളി ചേച്ചി എന്ന് വിളിച്ചു. മോളി ചേച്ചി അകത്തുനിന്ന് ഓലമറയുള്ള കഥവൊക്കെ മാറ്റിവെച്ച് കത്തിച്ച മണ്ണെണ്ണവിളക്കുമായിട്ട് വന്നു നോക്കിയപ്പം നാണക്കേട്, മദ്യപിച്ച ഭർത്താവിന് മാന്യമായിട്ട് ഉടുക്കാൻ തുണിയില്ല, ഛർദ്ദിച്ച് അവശനായിട്ട് കിടക്കുക. മോളി ചേച്ചി പറഞ്ഞു, ഒരു ഉപകാരം കൊണ്ട് ചെയ്യോ മക്കളെ, നിങ്ങൾ ആ തിണ്ണയിലോട്ട് മാത്തുക്കുട്ടിച്ചായനെ ഒന്ന് കിടത്താവോ? മോളി ചേച്ചി ഈ കത്തിച്ച മണ്ണെണ്ണവിളക്ക് മാറ്റിവെച്ച് തിണ്ണയിലോട്ട് കാല് നീട്ടിയിരുന്നു. ഈ പിള്ളേരെ കൊണ്ടുപോയി മോളി ചേച്ചിയുടെ മടിയിലോട്ട് മാത്തുക്കുട്ടിയെ കിടത്തി. ആദ്യം സാരിയുടെ കുറച്ച് ഭാഗം കൊണ്ട് മാത്തുക്കുട്ടിയുടെ നഗ്നതയൊക്കെ അങ്ങ് മറച്ചിട്ട് സാരിയുടെ തുമ്പ് കൊണ്ട് മാത്തുക്കുട്ടിയുടെ മുഖത്തെ ഛർദിയെല്ലാം വടിച്ച് തൂത്തിക്കളഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ചങ്കോട് ചേർത്ത് ഈ മോളി അങ്ങ് പിടിച്ചു മാത്തുക്കുട്ടിയെ. ഒരല്പസമയം കഴിഞ്ഞപ്പം കണ്ണുയർത്തിയിട്ട് മോള് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ പോകുന്നില്ലേടാ? ആലുവ മണൽപ്പുറത്ത് വെച്ച് കണ്ട് പരിചയം പോലും ഇല്ല. അവന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് പോകാവോ ചേച്ചി? ധൈര്യമായിട്ട് പൊക്കോടാ, മാത്തുക്കുട്ടിച്ചാൻ ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ പറ്റിയ അബദ്ധമാണ്. ഇവന്മാരൊരിക്കൽ എന്നോട് പറഞ്ഞത് ഓർക്കുക.
വർഷത്തിന്റെ 365 ദിവസവും മദ്യപിച്ച് കൂത്താടുന്ന മാത്തുക്കുട്ടിയെ ആ 3 ചെറുപ്പക്കാരുടെ മുമ്പിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇത് ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ പറ്റിയ അബദ്ധമാണെന്ന് ഒരു ഭാര്യയെ പറയിപ്പിച്ചത് ഒരു വളർച്ചയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ വളർച്ച സാധ്യമാവണം. ഒരു ഭാര്യ ഭർത്താവിലേക്കും ഭർത്താവ് ഭാര്യയിലേക്കും വളരണം. ഈ വളർച്ച ചെന്നെത്തേണ്ടത് അത് മക്കളിലേക്കുള്ള വളർച്ചയാണ്. ഇന്ന് അതുകൊണ്ടല്ലേ അപ്പച്ച അമ്മച്ചി നമുക്ക് എത്രമാത്രം നമ്മുടെ മക്കളിലേക്ക് ഇന്ന് വളരാൻ പറ്റുന്നുണ്ട്? അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നുണ്ടോ? അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലേക്ക് നമുക്ക് കൈവെക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധിക്കും കാരണം മാതാപിതാക്കളാകുന്ന നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കാലഘട്ടത്തിനനുസരിച്ച് വളരാനാവുന്നില്ല എന്നതാണ്. ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കല് ഒരു ഭിക്ഷാടകനായ മനുഷ്യൻ ഒരു വീട്ടിൽ കയറി ചെന്നു. അതിരാവിലെ അദ്ദേഹം ബെല്ലടിച്ചു. വീട്ടിലെ ഭാര്യ, ഭർത്താവിനേക്കാൾ 10 സ്റ്റെപ്പ് മുമ്പിലാണ് എല്ലാ കാര്യത്തിലും ഭാര്യ നേരെ ഇറങ്ങി വന്ന് കതക് തുറന്നു. വളരെ അറപ്പോടെ ഈ ഭിക്ഷാടകനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടൊന്നും ഇല്ല. സങ്കടത്തോടെ ഭിക്ഷാടകൻ പടി ഇറങ്ങിപ്പോവാ. അകത്തെ മുറിയിൽ ഇരുന്ന് ഭർത്താവ് ഇത് കേട്ടു. ഇദ്ദേഹം പടി ഇറങ്ങുമ്പോ ഭർത്താവ് ഇപ്പുറത്തോടെ വന്നിട്ട് വിളിച്ചു, "ഡോ താനിങ്ങി വാ." ഗേറ്റിക്ക് ചെന്ന ഭിക്ഷാടകനെ തിരിച്ചു വിളിച്ചു. സമാധാനമായി. ചേട്ടത്തി ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും ചേട്ടൻ തരൂലോ. ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ പത്രം കൂടെ ഇങ്ങെടുത്തു. ഗേറ്റിങ് കിടക്കുന്ന പത്രം കൊണ്ടുവന്ന് മുതലാളിയുടെ കയ്യിലോട്ട് കൊടുത്തു. ഇരുന്നൊരു 10 മിനിറ്റ് പത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ ഭിക്ഷാടകൻ ചോദിച്ചു, "സാറേ എന്തെങ്കിലും?" അദ്ദേഹം പറഞ്ഞു, "ഇവിടെ ഒന്നും ഇല്ല." അതുകൊണ്ട് ഇദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, "ഇത് തന്നെയല്ലേ ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടുത്തെ അമ്മയും പറഞ്ഞേ?" എന്നെ ഭർത്താവ് അതിനോട് പ്രതികരിച്ചെന്ന്, "ഇവിടെ അത് പറയേണ്ടത് അവളല്ല, ഞാനാണ്. ഞാനും നിങ്ങളുമായിട്ട് എന്ത് വ്യത്യാസം? ഇവിടത് പറയേണ്ടത് അവളല്ല, ഞാനാണെന്ന് ഈ മനുഷ്യൻ പറയുമ്പോ ആ ഭിക്ഷാടകൻ പഴയതുപോലെ വേദനയോടെ തിരിച്ചിറങ്ങി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദാമ്പത്തിക ബന്ധത്തിന്റെ സൗഖ്യദായകമായ കരുത്ത് കുടുംബത്തിൽ നഷ്ടപ്പെടുമ്പോ, ദാമ്പത്തിക ബന്ധത്തിന്റെ പിടിവലി കുടുംബത്തിൽ മുറുകുമ്പോ, ഒരുപക്ഷെ ഈ ഭിക്ഷാടകനെ പോലെ വെറും കൈയോടെ പടിയിറങ്ങിപ്പോകുന്ന നമ്മുടെ മക്കളെ കാണാൻ ഈ രാത്രിയിൽ ഒരു കണ്ണുണ്ടായാൽ ഈ രാത്രി ആരാധനയ്ക്ക് അർത്ഥമുണ്ടായി. സ്നേഹമുള്ളവരെ, ഒരപ്പന്റെ ഒരു അമ്മയുടെ ജീവിതം അത് മക്കളിലേക്ക് ചിറക് വിരിക്കേണ്ടതാണ്. അവരിലേക്ക് വിശാലമാവേണ്ടതാണ് ആ തിരശീല, ആ കാഴ്ചപ്പാട്, ആ വീക്ഷണം എന്നുള്ള സത്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയുക. പഴയ നിയമത്തില് തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തില് അപ്പനായ തോബിത്ത് മകനായ കൊച്ചു തോബിയാസിലേക്ക് വളരുന്ന ഒരു സുന്ദരമായ രംഗം കാണാം. വചനം ഞാൻ വായിക്കാം. 21-ാമത്തെ വാക്യം, "മകനെ, നമ്മൾ ദരിദ്രരാണ്, എന്നാൽ നിനക്കതിൽ ആധി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും." പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യത്തിന്റെ നെറുകയിൽ നിന്ന് ഒരപ്പൻ തൻ്റെ മകന്റെ ഇല്ലായ്മയിലേക്ക് സുന്ദരമായി വളരുന്ന ഒരു വിശ്വാസത്തിന്റെ ചിന്തയാണിത്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വളരാൻ നമുക്കാവണം. സ്നേഹമുള്ളവരെ, മക്കളിലേക്ക് വളരുന്ന മാതൃത്വവും പിതൃത്വവും കത്തോലിക്ക സഭയ്ക്ക് കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഇനി ഈ വളർച്ച എന്ന് പറയുന്നത് അത് മക്കൾ മാതാപിതാക്കളിലേക്ക് വളരേണ്ടതുമാണ്. ഭാര്യ ഭർത്താവിലേക്കും ഭർത്താവ് ഭാര്യയിലേക്കും വളർന്നാൽ ആ വളർച്ച മക്കളിലെത്തണം. ആ വളർച്ച മക്കളിൽ നിന്ന് മാതാപിതാക്കളിലേക്ക് എത്തേണ്ടതാണ്. കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിന്റെ തലേദിവസം
കേരളത്തിലെ ഒരു ഓൾഡ് ഏജ് ഹോമിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു അവസരം എനിക്കുണ്ടായി. സന്ധ്യാസമയമാണ്. ഞാൻ ആ ഓൾഡ് ഏജ് ഹോമിന്റെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ അരണ്ട വെളിച്ചമുള്ള ഒരു മുറിയിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. മേരിക്കുട്ടി വന്ന് കിടക്ക്. മറുപടി നിശബ്ദത. വീണ്ടും ആവർത്തിച്ചു, നിന്നോടാ പറഞ്ഞത് വന്ന് കിടക്കാൻ. മറുപടിയില്ല. അല്പം കൂടെ സൗര്യത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, മര്യാദയ്ക്ക് വന്ന് കിടന്നോണം. അപ്പൊ ചെറിയൊരു ഏങ്ങലടിക്കുന്ന ശബ്ദം. ആ ചേച്ചി പറഞ്ഞു, നിങ്ങൾ കിടന്നു, എനിക്ക് ഉറക്കം വരില്ല. നീ പിന്നെ ഈ രാത്രി എന്തെടുക്കാൻ പോവാ? പ്രിയപ്പെട്ടവരെ, ആ ചേച്ചി ആ ജനൽ കമ്പിയിൽ തൂങ്ങി നിന്ന് ഏങ്ങലടിക്കുക. ആ ചേച്ചി അവിടുന്ന് കണ്ണുയർത്തി നോക്കിയ അവിടുത്തെ ഇടവക പള്ളിയുടെ മുറ്റത്ത് ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന, ക്രിബ് ഒരുക്കുന്ന കുട്ടികളെയൊക്കെ കാണാം. ചേച്ചി പറഞ്ഞു, ജോസുകുട്ടി വരാതെ എനിക്ക് ഉറക്കമില്ല. ജോസുകുട്ടിയുടെ കൂടെ കഴിഞ്ഞ ക്രിസ്മസിന് പള്ളി പോയതും വീട്ടിൽ പുൽക്കൂടുണ്ടാക്കിയും ചേട്ടനെ ഓർക്കുന്നില്ലേ? ചേട്ടൻ അവിടുന്ന് ഒരു മറുപടി, ജോസുകുട്ടി എങ്ങനെയാണ് വരണത്? ജോസുകുട്ടി മസ്കറ്റിലല്ലേ? സ്നേഹമുള്ള മക്കളെ, ചിന്തിക്കുക. പണ്ടൊരു അമ്മ 5-6 മക്കളെ ഒരുമിച്ച് പോറ്റി വളർത്തിയെങ്കിൽ ഇന്ന് 6 മക്കൾ കൂടിയിട്ട് ഒരമ്മയെ പോറ്റി വളർത്താൻ പറ്റാത്ത ഒരു ഗതികേടിലേക്ക് എന്റെയും നിങ്ങളുടെ കുടുംബങ്ങൾ എത്തിയെങ്കിൽ, എവിടെയോ ഒരു ഇരുളടഞ്ഞ കാഴ്ചപ്പാടും മനോഭാവവും എന്റെയും നിങ്ങളുടെയും കുടുംബത്തെ ഭരിക്കുന്നുണ്ട്. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടി സ്വരം ഉയർത്തി ഹല്ലേലൂയ. അല്പം കൂടി അഭിഷേകത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇത് മക്കൾ മാതാപിതാക്കളിലേക്കും മരുമക്കൾ തൻ്റെ അമ്മായിപ്പിലേക്കും അമ്മായിമ്മയിലേക്കും ഒക്കെ വളരേണ്ട തലവുമാണ്. ഇന്ന് ഈ വളർച്ചയും കുടുംബജീവിതത്തിൽ മുരടിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരമ്മായിമ്മയെ മരുമകൾക്ക് ഒട്ടും ഇഷ്ടമില്ല. അമ്മായിമ്മ എന്നും പള്ളിയിൽ പോകും, നല്ല പ്രാർത്ഥനയാണ്. പക്ഷേ മരുമകൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങൾ. അതുകൊണ്ട് അമ്മായിമ്മ പള്ളിയിൽ പോയ സമയത്ത് വീട്ടിലെ തത്തമ്മയെ മരുമകള് ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മയോട് പറഞ്ഞു, എടീ, അമ്മായിമ്മ വരുമ്പം നീ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കണം, ഈ മുതുതള്ള ചത്തുപോകട്ടെ, ഈ മുതുതള്ള ചത്തുപോകട്ടെ. ഇത് പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് മരുമകള് ഈ തത്തമ്മയെ പഠിപ്പിച്ചു. ഒരാഴ്ച കൊണ്ട് തത്തമ്മ ഇത് വലിയ കുഴപ്പമില്ലാതെ പറയാൻ പഠിച്ചു. ഒരു ദിവസം അമ്മായിമ്മ പള്ളി കഴിഞ്ഞ് കൊന്തയൊക്കെ ചില വീട്ടിലോട്ട് വരുമ്പം തത്തമ്മ കൂട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞു, ഈ മുതുതള്ള ചത്തുപോകട്ടെ, ഈ മുതുതള്ള ചത്തുപോകട്ടെ. ഇത് കേട്ട് അമ്മായിമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അമ്മായിമ്മ നേരെ വികാരിച്ചിൻ്റെ അടുത്തോട്ട് ഓടി. എൻ്റെ വികാരിച്ച, മരുമകൾ തത്തമ്മയെ വെച്ചാൽ നമുക്കിട്ട് പാര പണിയായി. വികാരിച്ചൻ പറഞ്ഞു, അതിനൊരൊറ്റ മറുമരുന്നേ ഉള്ളൂ, തത്തമ്മയെ മാനസാന്തരപ്പെടുത്തിയാൽ മരുമകൾ മാനസാന്തരപ്പെടും. തത്തമ്മയെ എങ്ങനെ മാനസാന്തരപ്പെടുത്തും? ധ്യാനത്തിന് വിടാൻ പറ്റില്ലല്ലോ. വികാരിച്ചൻ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം, എനിക്കൊരു തത്തമ്മയുണ്ട്. ആ തത്തമ്മയ്ക്ക് ബൈബിൾ വാക്യവും കാറോസൂസായി മാത്രം അറിയത്തുള്ളൂ. അപ്പം അമ്മാമ്മയ്ക്ക് വിടിയിട്ട് നല്ലതായി, ഈ തത്തമ്മയെ കൊണ്ട് ആ കൂട്ടിലിട്ടാൽ ആ തത്തമ്മ മാനസാന്തരപ്പെടും. അങ്ങനെ മരുമകൾ ധ്യാനം കൂടാൻ പോകും. വികാരിച്ചന് തത്തമ്മ പോയി ഈ വല്യമ്മയെ പ്രാകുന്ന, അമ്മായിമ്മയെ പ്രാകുന്ന തത്തമ്മയുടെ കൂട്ടിക്കൊണ്ടുപോയിട്ടു. ചെന്നപ്പോഴേ ഈ കുഞ്ഞു തത്തമ്മ അന്തം വിട്ട് കേൾക്കുക. ഇത് കൊണ്ടുപോയിട്ടപ്പോഴേ മറ്റേ തത്തമ്മ പറഞ്ഞു, ഈ മുതുതുള്ള ചത്തുപോടെ. ഈ തത്തമ്മയ്ക്ക് കാറോസൂസായല്ലേ അറിയത്തുള്ളൂ. ഈ തത്തമ്മ ഉടനെ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, വളരേണ്ട ബന്ധം. ഞാൻ ഈ ഒരു ഘട്ടം ഒന്ന് പൂർത്തിയാക്കുകയാണ്, ഈ ഇൻട്രഡക്ഷൻ ഞാൻ പൂർത്തിയാക്കുകയാണ്. സുവിശേഷത്തിന്റെ സന്തോഷം എന്ന ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക ആഹ്വാനം വായിച്ചപ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ഖണ്ഡികയിൽ പരിശുദ്ധ അമ്മയോട് പാപ്പ നടത്തുന്ന സുന്ദരമായൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ മാർപ്പാപ്പ ഇങ്ങനെ പ്രാർത്ഥിച്ചു വെക്കുകയാണ്, പരിശുദ്ധ അമ്മേ, സഭ ഒരിക്കലും തന്നിൽ തന്നെ അടച്ചു പൂട്ടപ്പെടാതിരിക്കാൻ, ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള ആവേശം സഭയിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അമ്മേ, നീ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, സഭയൊരിക്കലും തന്നിൽ തന്നെ അടച്ചു പൂട്ടപ്പെടരുത്.
ദൈവരാജ്യ സംസ്ഥാപനത്തിന്റെ ആവേശം സഭയിൽ ഒരിക്കലും നഷ്ടപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെതായ അടഞ്ഞ ചിന്താഗതികളും അടഞ്ഞ മനോഭാവവും അടഞ്ഞ കാഴ്ചപ്പാടുകളുമാണ് നമ്മുടെ കുടുംബത്തിന്റെ വളർച്ചയെ ഇന്ന് അസ്വസ്ഥമാക്കുന്നതെങ്കിൽ, ഇന്ന് വലിയ വീട്ടിൽ ഒരു ചെറിയ കുടുംബമായി ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ, എന്തുകൊണ്ട് നമ്മുടെ മക്കൾ രാജ്യം കൈവശമാക്കുന്നില്ല? എന്തുകൊണ്ട് വിജന നഗരങ്ങൾ ജനനിബിഡമാവുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ കുടുംബം ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കുന്നില്ല? അതിന്റെ ഉത്തരവാണിത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ രാത്രി ആരാധന നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷെ നിനക്ക് കുടുംബത്തിന് വേണ്ടി എന്ത് കൊടുക്കാനായി എന്ന് ചിന്തിക്കാൻ, ഇടവകയ്ക്ക് വേണ്ടി എന്ത് കൊടുക്കാനായി എന്ന് ചിന്തിക്കാൻ, സഭയ്ക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് എന്ത് കൊടുക്കാനായി എന്ന് ചിന്തിക്കാൻ, സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന്റെ അടിത്തറയാകുന്ന നിന്റെ കുടുംബത്തിന് എന്ത് കൊടുക്കാനായി എന്ന് ചിന്തിച്ചാൽ ഇതിന് വലിയ അർത്ഥം ഉണ്ടാവും. ഒരിക്കല് അല്പം അലമ്പനായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ ഒരിടവകയെ മരിച്ചു. ഇടവക്കാര് പലരും ചെന്ന് വികാരിച്ചുകൊണ്ട് ചോദിച്ചു, അച്ഛാ, ടോമിച്ചിനെ എവിടെ അടക്കുന്നേ? അച്ഛൻ പറഞ്ഞു, ടോമിച്ചിനെ സെമിത്തേരിൽ അടക്കും. പലരും പറഞ്ഞു, അച്ഛാ അത് വേണ്ട, കാരണം ടോമിച്ചിന് ആണ്ടുകുമ്പസാരമില്ല, പ്രാർത്ഥനയില്ല, കുടുംബ കൂട്ടായ്മയില്ല, വാർഷിക ധ്യാനമില്ല, അതുകൊണ്ട് സെമിത്തേരി ടോമിച്ചിന് അവകാശപ്പെട്ടതല്ല. എന്നാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ വികാരിച്ചൻ അവസാനം സമ്മതിച്ചു. അവന്മാര് നിർബന്ധിച്ച് ടോമിച്ചിനെ കൊണ്ട് തെമ്മാടി കുഴിയിൽ അടക്കി, സെമിത്തേരിയുടെ പുറത്തുള്ള തെമ്മാടി കുഴി. ഇവര് കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് വന്നപ്പോൾ ഇവര് സംഭവം കണ്ടു. വികാരിച്ചൻ ഇടവകയിൽ 5-8 ചെറുപ്പക്കാരെ രാത്രി വിളിച്ചു വരുത്തിയിട്ട് സെമിത്തേരിയുടെ ചുറ്റുമതിലങ്ങ് പൊളിച്ചിട്ട് സെമിത്തേരിയുടെ ചുറ്റുമതില് തെമ്മാടി കുഴിയുടെ പുറത്തുകൂടം കെട്ടി. അപ്പൊ ആര് തോറ്റു? ഞാനിത് പറഞ്ഞ് ചിരിക്കാനല്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ആരാധന ഇത് നിന്റെ മനസ്സാകുന്ന സെമിത്തേരിയുടെ ചുറ്റുമതില് പൊളിച്ച്, ഒരുപക്ഷെ ഇന്നലകളിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, നിന്റെ നിർബന്ധ ബുദ്ധി കൊണ്ടോ ദുശാഠ്യം കൊണ്ടോ, നിന്റെ തെറ്റായ കാഴ്ചപ്പാട് കൊണ്ടോ വീക്ഷണം കൊണ്ടോ ആരെയെങ്കിലും നിന്റെ മനസ്സിന്റെ പുറത്ത് തെമ്മാടിക്കുഴിയിൽ അടക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് പുറത്തുകൂടെ നിന്റെ മനസ്സൊന്ന് പൊളിച്ചു കെട്ടി ഒരു വിശാലമായ കാഴ്ചപ്പാടും വിശാലമായ ദർശനവും ഒന്ന് സ്വന്തമാക്കാനുള്ള അവസരമായി ഈ ധ്യാനവും ഈ രാത്രി ആരാധനയും നിനക്ക് മാറുമ്പോഴാണ്, സ്നേഹമുള്ളവരെ, ഇത് ഫലദായകമാവുക. 2 കരങ്ങളൊന്ന് ഉയർത്തിക്കുക. എല്ലാവരും കണ്ണുകൾ അടച്ചേ. നീ ഒന്ന് ചിന്തിച്ചേ നിന്റെ വീടിനെ കുറിച്ച്. ഒരുപക്ഷെ നിന്റെ കുടുംബം ഇന്ന് വളരാത്തതിന് കാരണം, നിന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാത്തതിന് കാരണം, ഇന്നും നിന്റെ കുടുംബം ജനനിബിഡമാവാത്തതിന് കാരണം നിന്റെ ഇരുളടഞ്ഞ മനോഭാവമാണോ കാഴ്ചപ്പാടാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നില്ലേ, നിങ്ങൾ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെയും താല്പര്യം പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചല്ലോ മിശിഹായുടെ പെസഹ അനുഭവങ്ങളെ കുറിച്ച്. പരിശുദ്ധ ത്രിത്വം എന്തുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ വന്നു വസിച്ചത്? എന്തുകൊണ്ടാണ് ആ കാലിത്തൊഴുത്തിന്റെ സ്നേഹം ഒരു കാൽവരിയിലേക്ക് വളർന്നത്? എന്തുകൊണ്ടാണ് ആ കാൽവരി സ്വർഗത്തിലേക്ക് ഉയർന്നത്? അതാ ക്രിസ്തുവിന്റെ മനസ്സാണ്, ആ ദൈവത്തിന്റെ മനസ്സാണ്. എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത് ഈ മനസ്സാണ്. പീഡാനുഭവം ആഴ്ചയിലൂടെ കടന്നുപോയപ്പോ നമ്മൾ ചിന്തിച്ചില്ലേ, കൊന്നു തീർക്കാൻ, ക്രിസ്തുവിനെ കൊന്നു തീർക്കാൻ പലരും പരിശ്രമിച്ചപ്പോ ക്രിസ്തു തന്നു തീർത്തതിന്റെ ഓർമ്മ നമ്മൾ പുതുക്കി. നമുക്ക് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ വീക്ഷണങ്ങളും എൻ്റെ ദർശനങ്ങളും ഈ കാലഘട്ടത്തിനനുസരിച്ച് കൂടുതൽ വിസ്തൃതമാക്കണേ എന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി അധരം തുറന്ന് ഉള്ളു തുറന്ന് സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത്
നിന്റെ കുടുംബജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഉന്നതമായ കാഴ്ചപ്പാടുകൾ നൽകണമേ, ഉന്നതമായ ദർശനങ്ങൾ നൽകണമേ, ഉന്നതമായ വീക്ഷണം നൽകണമേ. സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വരം ഉയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ക്ലാസിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ ധാരാളം ചിന്തിച്ചുള്ള വചനഭാഗമാണ്. ഈശോയും സക്കേവൂസും കൂടെ കണ്ടുമുട്ടുകയാണ്. 19-ാം അധ്യായത്തിൽ ആരാണ് സക്കേവൂസ് എന്ന് വളരെ കൃത്യമായിട്ട് സുവിശേഷകൻ പറയും. ആരാണ് സക്കേവൂസ്? സക്കേവൂസ് ആരാണ്? ഹലോ, ആരാണ് സക്കേവൂസ്? ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനും. വചനം ഓർമ്മിപ്പിക്കുന്നു, സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമാണ്. ഈ മനുഷ്യന് യേശുവിനെ കാണാൻ ആഗ്രഹം തോന്നി. യേശുവിനെ കാണാൻ അവൻ എങ്ങനെയാ പോയെ? സൈക്കിളിൽ, ഓട്ടോറിക്ഷയിൽ, പിന്നെ ഓടി. ഈശോയെ കാണാൻ അവൻ ഓടി. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ധനവാനെ ഓർത്ത് നോക്കി, നിങ്ങളുടെ ഇടവകയിൽ ഏറ്റവും കാശുള്ള ആളെ ഓർത്ത് നോക്കിയേ. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആവും. ആ കാശുള്ള ചേട്ടൻ റോഡെ ഓടുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഓടിയെ പോകുന്ന കണ്ടിട്ടുണ്ടോ? ഓടുന്നു കണ്ടിട്ടില്ല. അപ്പൊ ചുങ്കക്കാരി പ്രധാനിയും ധനികനുമായ മനുഷ്യൻ റോഡെ ഓടുക എന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? ഇവൻ ഓടാതിരിക്കാനാവാത്ത എന്തോ ഒരു സംഭവം ഉണ്ടായി. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ കാശുകാരൻ മരത്തെ കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ധാരാളം പേരെ കയറ്റുന്ന കണ്ടിട്ടുണ്ട്. ആ മനുഷ്യൻ കയറുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ചുങ്കക്കാരി പ്രധാനിയും ധനികനുമായ മനുഷ്യൻ കാല് വെന്ത പട്ടിയെ പോലെ റോഡെ ഓടി ചങ്കയിലെ തോല് കളഞ്ഞ് മരത്തെ കയറുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഇവൻ ഇരിക്കപ്പുറതി ഇല്ലാത്ത എന്തോ ഒരു കാര്യം ഉണ്ടായി നമുക്ക് മനസ്സിലാവും. ഇവൻ സിക്കമൂർ മരത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നു. കവട്ടയിലോട്ട് കയറി 2 കാലം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇട്ടിരുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ധാരാളം ചവറുള്ള മരത്തിൽ ധാരാളം നീറുണ്ട്. അപ്പൊ നീറുള്ള മരത്തെ കയറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര രസകരമായ കാര്യമല്ല. എന്തോ ആവട്ടെ സ്നേഹമുള്ളവരെ, സക്കേവൂസ് മരത്തെ കയറി ഇരുന്നു കർത്താവിനെ ഒന്ന് കാണാനാണ്. മരത്തിന്റെ കീഴെ വന്ന കർത്താവ് സക്കേവൂസിനോട് ഇറങ്ങി വരാൻ പറഞ്ഞു. തിടുക്കത്തിൽ ഇറങ്ങി വന്ന സക്കേവൂസിനോട് ഈശോ പറഞ്ഞു, സക്കേവൂസേ, ഇന്ന് എനിക്ക് നിന്റെ ഡാഷിൽ താമസിക്കണം. പൂരിപ്പിക്കാവോ? എവിടെ? എവിടെ? അല്ല, എവിടെ? വീട്ടിൽ. ലൂക്കായുടെ സുവിശേഷം 19:5, സക്കേവൂസേ, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം. ഈശോ കയറി ചെന്ന് സക്കേവൂസിന്റെ വീട്ടിലേക്കാണ്. 19-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. വീടെന്തായി? ഭവനമായി. ക്ലാസിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടും മനോഭാവവും വീക്ഷണവും വിസ്തൃതമാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ഭവനമാവുക എന്ന അതിനർത്ഥം. ഒരു വീടാകണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, വീടിന് നല്ല ഒരു അടിത്തറ വേണം. അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ ജീവൻ പണയം വെച്ച് കിടക്കേണ്ടി വരും. വീടാവണമെങ്കിൽ വീടിന് ശക്തമായ ഒരു അടിത്തറ വേണം. വീട് മനോഹരമാവണമെങ്കിൽ ആ അടിത്തറയിൽ മേൽ സുന്ദരമായ ചുവരുകൾ വേണം. വീട് വാസയോഗ്യമാവണമെങ്കിൽ അതിന് ശക്തമായ ഒരു മേൽക്കൂര വേണം. വീടാവാൻ 3 കാര്യങ്ങൾ: അടിത്തറ, ചുവരുകൾ, മേൽക്കൂര. ഇത് 3 ഉണ്ടെങ്കിലേ ഒരു വീടിനെ വീടെന്ന് വിളിക്കുള്ളൂ. വീട് ഭവനമാവണമെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, അതിന് ശക്തമായ ഒരു അടിത്തറ വേണം. എന്താണ് ഭവനത്തിന്റെ അടിത്തറ? അതാണ് വിശ്വാസം. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട് ഭവനമാകണമെങ്കിൽ ഒന്ന്, അതിന് വിശ്വാസത്തിന്റെ അടിത്തറ ആവശ്യമാണ്.
വിശ്വാസത്തിന്റെ അടിത്തറ ആവശ്യമാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. വലതുകരം ഒന്ന് ഉയർത്തി ഈ വചനം ഒന്ന് ഏറ്റു പറയാം. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ഹാലലുയ. സ്വരമുയർത്തി ഹാലലുയ. അഭിഷേകത്തോടെ ഹാലലുയ. കരങ്ങൾ വീശി ഹാലലുയ. സന്തോഷത്തോടെ ഹാലലുയ. കൈതാത്തിടാം. പ്രിയപ്പെട്ടവരെ, ഉടമസ്ഥന്റെ അശ്രദ്ധ, അവന്റെ അലസത, അത് വീടിന്റെ മേൽക്കൂരയെ ഇടിച്ചു തകർക്കാനും ചോർന്നൊലിപ്പിക്കാനും കാരണമാവും. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? വീടിന്റെ അടിത്തറ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു ഭവനത്തിന്റെ അടിത്തറയാകുന്ന വിശ്വാസം എന്ന് പറയുക? എന്താണ് വിശ്വാസം? ഞാൻ നിങ്ങളെ ഒരു ധീര വനിതയെ പരിചയപ്പെടുത്താം. 2-ാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന ഒരു ധീര വനിത. ധീര വനിത എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാവോ? 7 മക്കളുടെ അമ്മയായിരുന്നു അവൾ. 7 അതിൽ കൂടുതൽ മക്കളുള്ളവർ കൈ ഓക്കിക്കേ. എത്ര ധീരതയുള്ളവർ ഇവിടെ ഉണ്ടെന്ന് കാണാൻ. 2 കൈ ഓങ്ങി. കൈ താത്തിടാം. സ്നേഹമുള്ളവരെ, ഇവളുടെ പേരാണ് വിശുദ്ധ ഫെലിച്ചിത്താസ്. കേൾക്കാൻ സുഖമില്ലാത്ത പേരാണ്. ഈ 7 മക്കളെ ഇവൾ ശരിയായ വിശ്വാസത്തിലും ശരിയായ സുഹൃതങ്ങളിലും വളർത്തി. എന്ന് വെച്ചാൽ ഈ അമ്മ 7 മക്കൾക്ക് നല്ല ഒരു അടിത്തറ കൊടുത്തു എന്നാണ് അതിനർത്ഥം. ഈ ഫെലിച്ചിത്താസിന്റെ ജീവചരിത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്, ഇവളുടെയും ആ കുടുംബത്തിന്റെയും ജീവിതം കണ്ട് റോമിൽ ധാരാളം അകത്തോലിക്ക കുടുംബങ്ങൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ഇവരെ ഇറങ്ങി പ്രസംഗിച്ചതല്ല. ഇവരുടെ കുടുംബജീവിതം വലിയൊരു വിശ്വാസ പ്രഘോഷണമായിട്ട് റോമിൽ മാറി. അവിടുത്തെ രാജഭരണം, രാജാവ് ഈ അമ്മയും 7 മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം. ഇവര് നിലയുറപ്പിച്ചു പറഞ്ഞു, ഇതിൽ നിന്ന് പിന്മാറി ഞങ്ങൾക്കൊരു ജീവിതമില്ല. രാജാവ് ഈ 8 പേരെയും വധിക്കാൻ ഉത്തരവിട്ടു. മൂത്ത 3 മക്കളെയും പട്ടിയെ പോലെ തല്ലിക്കൊന്നു. നടുക്കത്തെ ഒരു മകനെ മലയുടെ മണ്ടയിൽ നിന്ന് താഴോട്ട് തള്ളിയിട്ട് കൊന്നു. അവസാനത്തെ 3 മക്കളുടെ തല വെട്ടിക്കളഞ്ഞു. 4 മാസം കഴിഞ്ഞപ്പോ ഈ അമ്മയും അവർ വധിച്ചു. ഈ 7 മക്കളെയും കൊലക്കളത്തിലേക്ക് വിടുമ്പോ 7 മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ അമ്മ ഇങ്ങനെ ആവർത്തിച്ചു, മക്കളെ, ഈശോയും വിശുദ്ധരും സ്വർഗത്തിലിരുന്ന് നിങ്ങളെ നോക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് മാത്രം നോക്കിക്കൊള്ളുക. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നന്നായി പൊരുതുക. നോക്കുക, ഒരമ്മ മരണത്തിലേക്ക് മക്കളെ പറഞ്ഞു വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയും 7 മക്കളുടെയും കുടുംബജീവിതത്തെ കുറിച്ച് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയുന്ന സുന്ദരമായൊരു ചിന്തയുണ്ട്. ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഈ അമ്മ തന്റെ 7 മക്കളെ വളർത്തിയതുപോലെ ഇന്ന് കുടുംബത്തിൽ മക്കളുടെ വിശ്വാസ ജീവിതത്തിന് അടിത്തറയിട്ടാൽ കത്തോലിക്ക കുടുംബങ്ങൾ ഒരു സ്വർഗമാവും. കത്തോലിക്ക കുടുംബങ്ങൾ ഒരു സ്വർഗമാകും. എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ മരിക്കണം എന്ന് ചിന്തിക്കുന്നത്. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹമുള്ളവരെ, ലിബിയയിൽ 21 ക്രിസ്ത്യാനികളുടെ തല പോയി എന്ന് കേട്ടപ്പോ വിശ്വാസത്തിന് ഒരു വെല്ലുവിളി നേരിടാത്ത ഞാനും നിങ്ങളും എന്ത് ചിന്തിച്ചു? എന്ത് ചിന്തിച്ചു? പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്നു.
വിശ്വസിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. ഇതിന് കാരണം കുടുംബത്തിൽ വിശ്വാസത്തിന്റെ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കളാകുന്ന നമുക്ക് നേരിടുന്ന പരാജയമാണ്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടത് വിശ്വസിക്കാൻ വേണ്ടി ജീവിക്കുന്നവരെയാണ്, ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നവരെയല്ല. വിശ്വാസത്തിന് പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിനൊരു കുടുംബം കൊടുക്കേണ്ട മറുപടിയാണ് ശിരസ് കൊടുത്ത് പ്രതികരിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് അത് കീഴടങ്ങലല്ല, അത് കീഴ്പ്പെടലല്ല, മറിച്ച് അത് കീഴടക്കലാണെന്നുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്കാവണം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 166 ഖണ്ഡിക വിശ്വാസത്തിന് നൽകുന്ന സുന്ദരമായ ഒരു വ്യാഖ്യാനമുണ്ട്. ദൈവത്തിന്റെ വിളിക്ക് ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കൊണ്ട് നൽകേണ്ട മറുപടിയാണ് വിശ്വാസം. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 പുസ്തകം എടുത്ത് നിങ്ങൾ വായിക്കുക. അബ്രഹാം മുതൽ പരിശുദ്ധ കത്തോലിക്കാ സഭ ആരെയെല്ലാം വിശ്വാസികളെന്ന് വിളിക്കുന്നുണ്ടോ അവരുടെ വിശ്വാസത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു വ്യാഖ്യാനമാണ് ദൈവത്തിന്റെ വിളിക്ക് അവർ ജീവിതം കൊണ്ട് കൊടുത്ത പ്രത്യുത്തരമാണ് വിശ്വാസം. എന്റെയും നിങ്ങളുടെ കുടുംബജീവിതം അത് ദൈവത്തിന്റെ വിളിയാണ്. ഈ കുടുംബജീവിതം എന്നത് ദൈവത്തിന്റെ വിളിക്ക് ഞാനും നിങ്ങളും ജീവിതം കൊണ്ട് കൊടുക്കേണ്ട മറുപടിയാണ്. നിങ്ങളൊരു വിശുദ്ധ തെക്കളായെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സഭയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയാണ്. ആദ്യത്തെ വനിതാ രക്തസാക്ഷി AD 45 ജീവിച്ചിരുന്നയാളാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ള അപ്പസ്തോലന്മാരുടെ ശക്തമായ പ്രബോധനം, നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യം നേടണമെന്നുള്ള ശക്തമായ ചിന്ത മനസ്സിൽ കയറി മുറ്റിയപ്പോ അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ധീര വനിതയാണ് തെക്കള. വിശ്വാസത്തിന്റെ ആവേശം മനസ്സിൽ നിറഞ്ഞപ്പോ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ചൈതന്യം കൊണ്ട് കുതിരപ്പുറത്ത് തെക്കള യാത്ര ചെയ്യുമ്പോ ശത്രു സൈന്യം ഇവളെ വകവരുത്താൻ പുറകെ വരികയാണ്. ഇവള് വേഗത്തിൽ കുതിരയെ ഓടിച്ച് മുമ്പോട്ട് പോയി. ഒരു തുരുത്തിനകത്ത് അകപ്പെട്ടു. 3 വശവും മലകളാണ്, പുറകിൽ ശത്രു സൈന്യമാണ്. സ്നേഹമുള്ളവരെ, 3 വശവും മല ചുറ്റപ്പെട്ടിട്ടും തെക്കള പിന്തിരിഞ്ഞോടിയില്ല. ആ മലയിലേക്ക് നോക്കിയിട്ട് അവൾ അവിടെ ചങ്കോട് കൈവച്ചിട്ട് ഒരു വിശ്വാസം അവൾ ഏറ്റുപറഞ്ഞു, ഈ ഉയർന്നു നിൽക്കുന്ന മലയേക്കാൾ വലുതാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം. ആ വിശ്വാസം 3 വശവും ചുറ്റപ്പെട്ട മല 2ആയിട്ട് കീറിമുറിയാനും ആ മലയിടുക്കിലൂടെ സുന്ദരമായി അവളെ യാത്ര ചെയ്ത് തൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കിയെന്നും അവസാനം രക്തസാക്ഷിയായി മരിച്ചെന്നും സഭയുടെ ചരിത്രത്തിൽ പറയുമ്പോൾ തെക്കള നമുക്ക് തരുന്നൊരു പാഠമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ആവലാതികളുടെ കൂമ്പാരമല്ല, പരിഭവങ്ങളുടെയും പരാതികളുടെയും കൂമ്പാരമല്ല. ഞാനും നിങ്ങളുമൊക്കെ ഒരു ആരാധനയെ പങ്കുചേരുന്നത്, ഒരു വിശുദ്ധ കുർബാനയെ പങ്കുചേരുന്നത്, ഒരു കുടുംബ പ്രാർത്ഥനയെ പങ്കുചേരുന്നത് കുറെ ആവലാതികളുടെ കൂമ്പാരമായിട്ടാണെങ്കിൽ അതല്ല തെക്കള നമ്മളെ പഠിപ്പിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയോട് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കാണിക്കേണ്ട തന്റെ ഇടമാണ്. പ്രശ്നങ്ങളോട് കർത്താവിനെ കുറിച്ച് പറയലാണ് വിശ്വാസം. കർത്താവിനോട് പ്രശ്നങ്ങളെ അവതരിപ്പിക്കലല്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു വിശ്വാസത്തിന്റെ അടിത്തറ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറാൻ മാതാപിതാക്കളെ 12 വർഷം വിശ്വാസ പരിശീലനം നടത്തിയിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിരുന്ന വിശ്വാസ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല മക്കളുടെ വിശ്വാസം. ഞാൻ മാതാപിതാക്കളോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ പേടിച്ച് മക്കൾ 12 വർഷം വിശ്വാസ പരിശീലനത്തിൽ ഓടുന്നത് വിശ്വാസം എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മുടെ കൈവെള്ളുന്ന മക്കൾ സ്വതന്ത്രരാവട്ടെ, അവരുടെ ഒരു ലോകത്ത് ചെല്ലട്ടെ, അവരുടെ ഒരു പശ്ചാത്തലത്തിൽ എത്തട്ടെ. അവിടെ വിശ്വാസത്തിന് വേണ്ടി അവർ കൊടുക്കുന്ന വില, അതിനെ വിശ്വാസം എന്ന് വിളിക്കാം. ഇവിടെ ഇരിക്കുന്ന എത്ര അപ്പനും അമ്മയ്ക്കും ചങ്കത്ത് കൈവച്ച് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റും?
കത്തോലിക്ക വിശ്വാസത്തിന്റെ അനന്യത ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിക്കാൻ മാത്രം എൻ്റെ മക്കൾ പ്രാപ്തരാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവർ വിശ്വാസത്തിലേക്ക് വളർന്നു എന്ന് പറയാൻ പറ്റുക. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരിക്കലും സംഭവം, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുകാരി പെങ്കൊച്ചിന് ഭയങ്കര ചങ്കിന് വേദന. ടീച്ചേഴ്സ് അടുത്തൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി. അവിടുത്തെ ലേഡി ഡോക്ടർ നന്നായിട്ട് പരിശോധിച്ചോ മനസ്സിലായി 7 വയസ്സുകാരുടെ കഴുത്തിൽ ഒരു താലി. മാതാപിതാക്കൾ വിവരം അറിയിച്ചു. അപ്പനും അമ്മയും കൂടെ കാറയിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പനടുത്ത് മുഷ്ടി ചുരുട്ടി നിൽക്കുന്നു. അമ്മ കൊച്ചിന്റെ കാലെ തലയടിച്ച് കിടന്ന് കാറുന്നു. എടി, നിന്നെ ആരാടി വഞ്ചിച്ചത്, നശിപ്പിച്ചത്, ചതിച്ചില്ലേ? വളരെ കൂളായിട്ട് അവള് കട്ടിലേ കിടന്നുകൊണ്ട് പറഞ്ഞു, അമ്മയെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, എൻ്റെ മനസ്സിൽ അവൻ മാത്രമേ ഉള്ളൂ. ആരാ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരുത്തന്റെ പേര് പറഞ്ഞു. അത് 9 വയസ്സുകാരൻ ചെയ്തതാണ്. അവനെ കണ്ടിട്ടുള്ളെന്ന് പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറേയും കൂട്ടി അപ്പൻ കാറെ കയറി നേരെ 12ാം വാർഡിൽ 236 നമ്പർ വീടിനെ അന്വേഷിച്ച് ചെന്നപ്പോ ഈ മനുഷ്യന്റെ വീട്ടിൽ പണ്ട് വേലയ്ക്ക് നിന്ന ഒരുത്തന്റെ മകനാണ് ഈ വൃത്തികേട് കാണിച്ചേ. ഈ മനുഷ്യൻ കയറി അദ്ദേഹത്തിന്റെ കൊങ്ങായിക്ക് വിളിച്ചു. അവൻ കാറി നിലവിളിച്ച് മകനെ വിളിച്ചു. മകനോട് കാര്യം ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ചുമ്മാ ഒരു തമാശ കാണിച്ചതാണ്, അഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മര്യാദയ്ക്ക് നീ നാളെ അഴിച്ചോണം, ഇല്ലേ നമ്മുടെ ആരോഗ്യം പോവും, നമ്മളെ ഇവൻ കൊല്ലും. അവൻ പറഞ്ഞു, നാളെ ഞാൻ അഴിക്കാം, പക്ഷേ നാളെ വൈകിട്ട് നിങ്ങൾ എൻ്റെ ശവം കാണുകയുള്ളൂ. ഇത് 9 വയസ്സുകാരൻ്റെ മറുപടിയാണ്. ഇവന്റെ അപ്പൻ അവിടെ ഒന്ന് ചോദിച്ചു, എവിടെ നിന്നാടാ താലി കിട്ടിയേ? അടുക്കളയിൽ നിന്ന് കരഞ്ഞുകൊണ്ടുവന്ന അമ്മ 2 കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറഞ്ഞു, ചേട്ടാ പറയാൻ പേടിയായിട്ടാ, 15 ദിവസമായിട്ട് എൻ്റെ താലി കാണാനില്ലായിരുന്നെന്ന്. തപ്പി നോക്കിക്കോ ഉണ്ടോന്ന്. ഇടയ്ക്കൊക്കെ തപ്പണം. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിന് കൊടുക്കേണ്ട വില, കുടുംബത്തിൽ മക്കളുടെ വിശ്വാസത്തിന് അടിത്തറയിടാനുള്ള ഉടമസ്ഥ അവകാശം മാതാപിതാക്കൾക്കുണ്ടെന്നൊരു ബോധ്യം. വിശ്വാസ വെളിച്ചമെന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ 53ാം ഖണ്ഡികയിൽ എത്രയോ ശക്തമായിട്ട് പറഞ്ഞു വെച്ചത്, വിശ്വാസം എന്നത് മക്കളുടെ കൂടെ സഞ്ചരിക്കേണ്ടതാണ്. അപ്പന്റെ അമ്മയുടെയും സ്നേഹത്തിൽ നിന്നാണ് മക്കൾ വിശ്വാസം എന്താണെന്ന് കുടുംബത്തിൽ പഠിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നമ്മുടെ കുടുംബത്തിൽ കറയില്ലാതെ വിശ്വാസം കൈമാറിയ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന. ഒരുപക്ഷെ ഇന്ന് ഈ നൈറ്റ് വിജിയിൽ നീ പങ്കെടുക്കുമ്പോൾ ഒരു സത്യം തിരിച്ചറിയുക, നമ്മുടെ കുടുംബത്തിൽ എന്നോ നമ്മുടെ അപ്പനും അമ്മയും കറയില്ലാതെ കൈമാറിയ വിശ്വാസം നമ്മുടെ ചങ്കിൽ തൊട്ടതിന്റെ ഫലമാ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാര്യം. ഈ വിശ്വാസം നമുക്കിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറുന്നതിൽ എത്ര ശ്രദ്ധയുണ്ടെന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ ഡിക്രിയിൽ അൽമായ പ്രേക്ഷിതത്തെ കുറിച്ചുള്ള ഡിക്രിയില് 11ാം ഖണ്ഡികയിൽ ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തീയ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ സന്താനങ്ങൾക്കും തങ്ങൾക്ക് തന്നെയും കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും വിശ്വാസത്തിന് സാക്ഷികളും പ്രസാദപരത്തിന്റെ സഹപ്രവർത്തകരും ആയിരിക്കണം. ശ്രദ്ധിക്കണേ, മക്കൾക്കും തങ്ങൾക്ക് തന്നെയും മറ്റംഗങ്ങൾക്കും വിശ്വാസത്തിന്റെ സാക്ഷ്യവും പ്രസാദപരത്തിന്റെ സഹപ്രവർത്തകരും ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്കൊക്കെ പലപ്പോഴും പറയാൻ പറ്റും, എന്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളുടെ വിശ്വാസം ഹൃദയത്തെ തൊട്ടതിന്റെ ഫലമാണ് ഞാൻ. ആ വിശ്വാസം ജീവിച്ചതിന്റെ ഫലമാണ് ഞാൻ. പണ്ട് വിശ്വാസം ജീവിച്ച് കൈമാറിയെങ്കിൽ ഇന്ന് വിശ്വാസം പറഞ്ഞു കൈമാറാൻ നമ്മൾ ശ്രമിക്കുന്നു. പണ്ട് രാവിലെ അപ്പൻ എഴുന്നേറ്റ കയ്യിലോട്ട് പിടിച്ചിട്ട് വാടാ പള്ളിയിലോട്ടെന്ന് പറയുന്ന തലത്തിൽ നിന്ന് ഇന്ന് പോടാ പള്ളിയിലോട്ട് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ അധംപതിച്ചു.
പള്ളി പോടാ, പ്രാർത്ഥിക്കണ, കൊന്തയെല്ലണ, മുട്ടുകുത്തണ, കുരിശു വരയ്ക്കണമെന്ന് ഇന്ന് ആവർത്തിച്ച് മക്കളെ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാകണേ, ജീവിച്ചു കാണിക്കുന്ന വിശ്വാസമേ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തൊടൂ എന്നത് ഒരു സത്യമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചു കാണിച്ചതാണ് വിശ്വാസം. അത് കുടുംബ പ്രാർത്ഥനയെ ജീവിച്ചു കാണിച്ചതാണ്. അത് കൂദാശ ജീവിതത്തിൽ ജീവിച്ചു കാണിച്ചതാണ്. അത് കുടുംബത്തിലെ പരസ്നേഹ ശൈലിയിൽ ജീവിച്ചു കാണിച്ചതാണ്. പറഞ്ഞു മാത്രം പഠിപ്പിച്ചാൽ കൈമാറുന്നതല്ല വിശ്വാസം. നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താം. നിങ്ങൾ വലതുകരം ഒന്ന് ഉയർത്തിക്കേ. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ഈ വലതുകരം കൊണ്ട് 3 പ്രാവശ്യം നിങ്ങളുടെ താടിക്കിട്ടടിക്കുക. കൈതാത്തിടുക. ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയം ജില്ലയിൽ ഞങ്ങളുടെ ഇടവകയിലൊക്കെ താടി ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ് അവിടെ അടിച്ച് പരിചയമുള്ളതുകൊണ്ടാണ് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പം. എന്ത് സംഭവിച്ചേ? ഞാനൊന്ന് പറഞ്ഞു, മറ്റൊന്ന് കാണിച്ചു, നിങ്ങൾ ഒരു മടിയില്ലാതെ കണ്ടതുപോലെ അനുകരിച്ചു. വിശ്വാസത്തിന്റെ കൈമാറ്റത്തിൽ ഇതിൽ കൂടുതൽ ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പ്രതീക്ഷിക്കരുത്. പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി, നമ്മുടെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തൊട്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ. വിശ്വാസം സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് വ്യാഖ്യാനിക്കുന്നിടത്താണ് മക്കളിലേക്ക് വിശ്വാസം കൈമാറുന്നേ. വിശ്വാസം കൈമാറേണ്ടത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. എന്നെ കേൾക്കുന്ന അമ്മച്ചിമാരുടെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ആമക്കളെ എത്രയോ സ്നേഹിച്ചും എത്രയോ പരിഗണിച്ചും ഒക്കെയാണ് വളർത്തുക. അമ്മച്ചി, എന്നെങ്കിലും നിങ്ങളുടെ മകൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ വിവാഹം കഴിച്ച് എനിക്കൊരു ഭാര്യയെ കിട്ടിയാൽ അത് എൻ്റെ അമ്മയെപ്പോലെ ഒരു സ്ത്രീ ആയിരിക്കണം. അപ്പച്ചമാരെ എന്നേലും കേൾക്കാനിടയായിട്ടുണ്ടോ നിങ്ങളുടെ പെൺകൊച്ചിൽ നിന്ന്, ഞാൻ വിവാഹം കഴിച്ച് എനിക്കൊരു ഭർത്താവിനെ കിട്ടിയാൽ അത് എൻ്റെ പപ്പായെ പോലെ ഒരു ഭർത്താവണം? വിശ്വാസം സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് കുടുംബത്തിൽ വ്യാഖ്യാനിച്ചാൽ മക്കളിത് ആഗ്രഹിക്കും, മക്കളിത് കൊതിക്കും. സ്നേഹമുള്ളവരെ, വിശ്വാസം കൈമാറേണ്ട സ്ഥലമാണ് കുടുംബം. അതുകൊണ്ട് വിശ്വാസത്തിന്റെ അടിത്തറ കുടുംബത്തിൽ രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരാവണം. വിശ്വാസം കൊണ്ട് മക്കളെ വിശുദ്ധിയിലേക്ക് വളർത്താൻ നിങ്ങളൊരു തോപ്പിലെ മറിയക്കുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? തനിക്ക് ദൈവം തന്നൊരു കൊച്ചു കുരിയാച്ചനെ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വളർത്തുന്നതിൽ ഒരമ്മ കാണിച്ച തന്റെ ഇടവാ ഇന്നൊരു ചാവറയച്ചൻ. ഭരണജ്ഞാനത്തെക്കാൾ ആരംഭണത്തിന്റെ പെരിയമ്പുറത്തെ മെഴുകിയ മുറിയിൽ ആടുന്ന കട്ടിലെ കീറിയ പായെ കിടന്ന് അഴുകിയ അന്നക്കുട്ടി ഇന്ന് വിശുദ്ധയാവാൻ കാരണം എന്താ? കുടമാളൂരെ കൊച്ചു വീട്ടിൽ നിന്ന് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി തിരിച്ചു വീട്ടിൽ വന്ന് വീടിന്റെ അകത്തളത്തെ മെഴുകിയ മുറിയിൽ മണല് വിരിച്ച് മണലിൽ മുട്ടുകുത്തി കരഞ്ഞ ഒരു ഔസേപ്പ് വൈദ്യന്റെ പുണ്യമാണ്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിലെ അമ്മ തൻ്റെ 20 വയസ്സ് പ്രായമുള്ള മകളെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞിനെ കുറിച്ചൊരു അഭിമാനമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി? ഇവളുടെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഒരു വിശുദ്ധ കുർബാന പോലും ഇവള് മുടക്കിയിട്ടില്ല. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടൂറ് പോകാൻ അവസരം വന്നപ്പോൾ ഇവള് കൊണ്ട് അഡ്വാൻസ് കൊടുത്തു. വീണ്ടും അവൾ ആലോചിച്ചു, ടൂറ് പോയാൽ ഒരു വിശുദ്ധ കുർബാന മുടങ്ങുമോ? പ്രിൻസിപ്പൽ അച്ഛനോട് ടൂറിന്റെ ചാർട്ട് എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു കുർബാന മുടങ്ങുമെന്ന് മനസ്സിലായി. അവൾ വേണ്ടെന്ന് വെച്ചു. സ്നേഹമുള്ള മാതാപിതാക്കളെ, മക്കളുടെ വിശ്വാസം കണ്ട് അഭിമാനിക്കാൻ നമുക്കാവണം. വിശ്വാസത്തിന്റെ വളർച്ച അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 3-ാം വാക്യം, ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കുന്നു. വത്തിക്കാൻ കൗൺസിൽ പറയുകയാ, മക്കളെ സംബന്ധിച്ചുള്ള ദൈവവിളി എന്താണെന്ന് കണ്ടെത്തി അത് പരിപോഷിപ്പിക്കേണ്ടത് അത് മാതാപിതാക്കളുടെ കടമയാണ്. വിശ്വാസത്തിന്റെ വളർച്ച. 2 കരങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി. വിശ്വാസത്തിന്റെ വളർച്ച കുടുംബത്തിൽ സംഭവിക്കാൻ, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്ന ധാരാളം മക്കൾ കുടുംബത്തിലുണ്ടാവാൻ,
ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നവരെ അല്ല, വിശ്വസിക്കാൻ വേണ്ടി ജീവിക്കുന്നവരെ ഇന്ന് സഭയ്ക്ക് വേണം. അത് കുടുംബത്തിൽ നിന്നാണ് രൂപപ്പെടേണ്ടത്. ആ ഒരു കൃപ നമ്മുടെ തലമുറയിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പെയ്തിറങ്ങാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ. സ്വരമുയർത്തി ഹാലലുയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹാലലുയ. അല്പം കൂടെ സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഹാലലുയ. അല്പം കൂടെ തീഷ്ണതയോടെ സ്തുതിക്കട്ടെ. ഹാലലുയ. ഈശോയെ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. കരങ്ങൾ താക്കാം. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാത്തവൻ അവിശ്വാസിയാണ്, അവൻ അവിശ്വാസിയേക്കാൾ ഹീനനാണ്. എന്താണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യം? ഇന്ന് കത്തോലിക്ക കുടുംബം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് സ്നേഹത്തിന്റെ ദാരിദ്ര്യം. കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം പറയുകയാണ്, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വിധേയത്വമുള്ളവളാവുക. 19-ാം വചനം, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുക. സ്നേഹത്തിലേക്ക് വളരേണ്ട, സ്നേഹം കൊണ്ട് വളരേണ്ട ഒരു ബന്ധം കുടുംബത്തിൽ രൂപപ്പെടണം. പ്രിയപ്പെട്ടവർ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബജീവിതം ഒരു 7-8 വർഷം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി. പിന്നെ അല്പസ്വല്പം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ആ കുടുംബത്തിൽ വന്നു. 3 പെമ്മക്കളുണ്ട്. ഈ പെമ്മക്കളെയും ഭാര്യ ഉപേക്ഷിച്ച് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വേറെ വാടക വീടെടുത്ത് താമസിച്ചു. ലോകത്തിന്റെ വഴികളും പാപത്തിന്റെ സ്വാധീനങ്ങളും ഈ മനുഷ്യനെ പിടികൂടി. ഒരു സെക്സ് റാക്കറ്റിൽ അകപ്പെട്ട് ആന്ധ്ര, തമിഴ്നാട്, കർണാടക ദേശത്തിലൂടെ എല്ലാം തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. നീണ്ട 13 വർഷം തന്റെ ഭർത്താവിന്റെ തിരിച്ചുവരവിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരു സ്ത്രീ. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ്. 13 വർഷത്തെ കാത്തിരിപ്പ്, ധാരാളം പ്രതിസന്ധികൾ അവൾ അതിജീവിച്ചു. അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടവികാരിച്ചിന് ഫോൺ കോൾ വന്നു. വളരെ ഗുരുതരമായ രോഗം പിടിപെട്ട് ബേബിസൺ ഹോസ്പിറ്റലിലുണ്ട്, ചെന്നാ കാണാൻ കൊണ്ടുപോരാം. ഇവളുടെ ജോലി തേയിലയുടെ കൊളുന്നു നുള്ളുന്ന ജോലിയാണ്. ഇവളൊരു കൂട്ടുകാരെയും കൂട്ടി മെഡിക്കൽ കോളേജ് ചെന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിൽ കിടക്കുന്നു, ഏത് സമയം ഡെഡ് ബോഡി തിരിച്ച് തന്നു വിടാം. മൊബൈൽ മോർച്ചർ നിർബന്ധമാണ്, തന്നാൽ അന്ന് തന്നെ അടക്കണം. ഒരു രാത്രി മുഴുവൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന ബേബിസിന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു ഭാര്യ. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ ഫയലും അടക്കി. അവള് നിലവിളിച്ച് കാറി. ആ കാറിച്ചയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരവാണ് ഇന്നും ജീവിക്കുന്ന ബേബിച്ചൻ. സ്നേഹം കൊണ്ട് അവൾ നേടിയെടുത്തതാണ്. തേയിലയുടെ കൊളുന്നു ഉള്ളിൽ കിട്ടുന്ന പൈസ ചേർത്ത് വെച്ച് ഈ മനുഷ്യന് മരുന്നും പോഷകാഹാരവും മേടിച്ചു കൊടുത്ത് സുഖപ്പെടുത്തിയ ഒരു ദാമ്പത്തിക ജീവിതത്തിന്റെ ചിത്രം. പ്രിയപ്പെട്ടവരെ, കുരിശിൽ ക്രിസ്തു കാണിച്ച ആ സ്നേഹം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദാമ്പത്തിക ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ ഇന്ന് അന്വർത്ഥമാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ആ സ്നേഹമുള്ളവരെ, ചില കുടുംബത്തിലെ കാണാറുണ്ട്, കുടുംബ പ്രശ്നമൊക്കെ തീർക്കാൻ ചെല്ലുമ്പം 10 കാശിന് പ്രയോജനം ഇല്ലെന്ന് പറയുന്ന ദമ്പതികളെ. പരസ്പരം പറയുക, 10 പൈസയ്ക്ക് പ്രയോജനമില്ല, ഒരു നന്മയും കണ്ടെത്താൻ പറ്റുന്നില്ല, ഒരു വിശുദ്ധിയും കണ്ടെത്താൻ പറ്റുന്നില്ല. സ്നേഹം കൊണ്ട് വളരാത്ത മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ. നിങ്ങൾക്കറിയുമോ, ഏത് ചത്തുകിടക്കുന്ന ക്ലോക്കും ദിവസം 2 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. ഏത് ചത്തുകിടക്കുന്ന ക്ലോക്കിനും 2 കൃത്യസമയമുണ്ട് ദിവസം. അതുകൊണ്ട് ജീവിത പങ്കാളിയിലേക്ക് സ്നേഹത്തിലൂടെ വളരേണ്ട, സ്നേഹം കൊണ്ട് വീണ്ടെടുക്കേണ്ട ഒരു ജീവിത ശൈലി നീ പുലർത്തണം. പ്രിയപ്പെട്ടവരെ, കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഒരു കുടുംബത്തിൽ പുലരേണ്ട സ്നേഹത്തിന്റെ 5 മുഖങ്ങൾ: കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ. ഇത് കുടുംബത്തിൽ പുലരേണ്ട സ്നേഹത്തിന്റെ 5 മുഖങ്ങളാണ്. നീ ഒരു കരുണയുടെ മനുഷ്യനാവുക, ദയയുടെ മനുഷ്യനാവുക, വിനയത്തിന്റെ മനുഷ്യനാവുക, ക്ഷമയുടെ മനുഷ്യനാവുക, സൗമ്യതയുടെ മനുഷ്യനാവുക. ഫ്രാൻസിസ് പാപ്പ ദൈവ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നു.
ഈ ദൈവ കരുണ നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ കാരുണ്യമായി, വറ്റാത്ത കാരുണ്യത്തിന്റെ ഉറവയായി രൂപപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ സെക്ഷന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ സ്നേഹമുള്ളവരെ, വിശ്വാസം സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് വ്യാഖ്യാനിക്കുന്നിടത്ത് ദൈവം നൽകുന്ന മഹത്വമാണ് വിശുദ്ധി. വിശുദ്ധ മരിയ ഗൊരേത്തി അവള് പറഞ്ഞു വെച്ചു, ഞങ്ങൾ ആരാകണമെന്ന് ഞങ്ങളുടെ അമ്മ ആഗ്രഹിച്ചോ അതുപോലെ ഞങ്ങളുടെ അമ്മ ജീവിച്ചു. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. മരിയ ഗൊരേത്തിയുടെ അമ്മ പറഞ്ഞു, മോളെ, ജീവിതത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടാതിരിക്കാൻ 3 നന്മ നിറഞ്ഞ മറിയമേ നീ എന്നും ചെല്ലണം. അവൾ കൃത്യമായിട്ട് ചൊല്ലി ആ വിശുദ്ധിക്ക് വേണ്ടി അവളെ പടപൊരുതി. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കതകയിൽ ആരോ മുട്ടി. അവള് കതക തുറന്നു. കടാരയായിട്ട് കയറി വന്ന് അലക്സാണ്ട്രോ. മരിയ ഗൊരേത്തി അലക്സാണ്ട്രോയുടെ കടാരെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എടാ അലക്സാണ്ട്രോ, നീ എന്നെ കൊന്ന് പാപം ചെയ്താൽ നരകത്തിൽ പോവും. നീ നരകത്തിൽ പോവും. അവന്റെ കാമഭ്രാന്ത് അടങ്ങിയില്ല. അവൻ ആഞ്ഞാഞ്ഞ് കുത്തി. 2 കൈയും ചേർത്ത് പിടിച്ചിട്ട് ആ ചങ്കിന്ന് ഒഴുകുന്ന ചോരയൊന്ന് പിടിച്ചു നിർത്താൻ അവൾ ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫിലിം കണ്ടപ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാ. മരിയ ഗൊരേത്തി ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം അവളുടെ മുട്ടിന് അല്പം താഴെ നിൽക്കുന്ന ഒരു ഒറ്റയുടുപ്പാണ്. അവള് ഈ കുത്തു കിട്ടുന്നതിനിടയ്ക്ക് അറിയാതെ ഒരു പ്രാവശ്യം അവളുടെ ആ ഒറ്റയുടുപ്പ് മുട്ടിന് മുകളിലേക്ക് കയറി വന്നു. എന്ത് ചെയ്തെന്നറിയാമോ? അവൾ കുത്തിയിരുന്നിട്ട് ആ കൈകൊണ്ട് ആ ഒറ്റയുടുപ്പ് കാലിന്റെ കണങ്കാല് വരെ മൂടിപ്പിടിക്കുന്ന ഒരു സുന്ദരമായ ചിത്രം. അമ്മ വിശുദ്ധിയിലേക്ക് വളരാൻ പ്രേരിപ്പിച്ചപ്പോ ആ വിശുദ്ധി സ്വന്തമാക്കിയതിന്റെ വലിയൊരു ഫലമാണ് മരിയ ഗൊരേത്തി. വിശുദ്ധ കൊച്ചിനേസ്യ മാതാപിതാക്കൾ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയരുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ GNA കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? GNAയുടെ ആങ്ങള പറഞ്ഞു, നിനക്ക് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധീരത വിവാഹം കഴിച്ച് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ധീരരായ മക്കൾക്ക് ജന്മം കൊടുക്കുക. വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ ധീരതയുള്ള മക്കൾക്ക് ജന്മം കൊടുത്തു വിശുദ്ധ GNA. അവൾ വിശുദ്ധയായി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നവംബർ 23-ാം തീയതി വത്തിക്കാനിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പ ഭാരതത്തിലേക്കും കേരളത്തിലേക്കും നോക്കി വിളിച്ചു പറഞ്ഞില്ലേ, കേരളത്തിന്റെ മണ്ണ് വിശുദ്ധി വിളയുന്ന മണ്ണാണ്. ഭാരതത്തിന്റെ മണ്ണ് വിശുദ്ധി വിളയുന്ന മണ്ണാണ്. നിന്റെ കുടുംബം വിശുദ്ധി വിളയുന്ന മണ്ണാവണം. വിശുദ്ധർ വളരേണ്ട സ്ഥലമാവണം. കുടുംബത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള കരുത്ത് നിനക്കുണ്ടാവണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിന്റെ കുടുംബങ്ങളാകാൻ, അത് സ്നേഹത്തിന്റെ കുടുംബങ്ങളാകാൻ, അത് വിശുദ്ധി വിളിച്ചു പറയുന്ന കുടുംബങ്ങളാകാൻ ആഗ്രഹിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് 2 കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ചേ. വിശുദ്ധ സെബസ്ത്യാനോസ് ഇങ്ങനെ പറഞ്ഞു വെച്ചു, യേശുക്രിസ്തുവിന് അവകാശപ്പെട്ട ആത്മാക്കളെ തട്ടിയെടുക്കാൻ സാത്താൻ ധാരാളം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന കാലമാണിത്. അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ ദൈവകരങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ നീ അനുഭവിക്കുന്ന ഏതു ത്യാഗവും അധികമാവില്ല. സ്നേഹമുള്ളവരെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി പടപൊരുതേണ്ട മണ്ണാണ് കുടുംബം. നീ നിന്റെ ജീവിത പങ്കാളിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നെഞ്ചുരുകണം. നിന്റെ മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നെഹമ്യാ പ്രവാചകനെ പോലെ കുത്തിയിരുന്ന് കരയാനുള്ള കരുത്ത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിനുണ്ടാവണം. നമ്മുടെ തലമുറയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചങ്കുരുകി കരയാനുള്ള അഭിഷേകം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിന് ആവശ്യമാവണം. ആ ഒരു ബോധ്യത്തോടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹൃദയം ഉരുകി ഉള്ളുരുകി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തോട് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ദൈവസ്തുതി ഉയരട്ടെ. ഹൃദയത്തിൽ നിന്ന് ദൈവസ്തുതി ഉയരട്ടെ. ദൈവമേ, എന്റെ കുടുംബത്തിൽ
വിശ്വാസത്തിന് കരുത്തു തരണമേ. വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാനുള്ള അഭിഷേകം നൽകണമേ. വിശ്വാസത്തിന് വേണ്ടി തല കൊടുക്കാനുള്ള കരുത്ത് തരണമേ. സ്നേഹം കൊടുത്ത് കുടുംബത്തെ വീണ്ടെടുക്കാനുള്ള അഭിഷേകം നൽകണമേ. കുടുംബത്തിൽ വിശുദ്ധരെ രൂപപ്പെടുത്താനുള്ള കാലഘട്ടത്തിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ. ദൈവവിളിയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഈരടിയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ചേർന്ന് പാടാമോ? ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. സ്വരമുയർത്തി ചേർന്ന് പാടാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ദൈവസ്നേഹം